അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുരെ അപാരമായിട്ടുള്ളതായ അനുഗ്രഹ കൊണ്ടുത്തു, ഫضل കൊണ്ടുത്തു, ഔദാര്യ കൊണ്ടുത്തു, കാരുണ്യ കൊണ്ടുത്തു. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തൃപ്തിപ്പെട്ടതായ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതായ അല്ലാഹുരെ സജ്ജനങ്ങൾ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും സേർപ്പാട്ടിച്ച് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ സഹോദര സഹോദരിമാർ എല്ലാവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസുൽ ഒത്തൊരുമിക്കു കൂടകും അല്ലാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചോളം അല്ലാഹു സുബ്ഹാനഹു തആലയെ ധാരാളമായിട്ടുള്ളതായ നിഅമത്തിൽ, അനുഗ്രഹത്തിൽ അതിമഹത്തായിട്ടുള്ളതായ ഒരു അനുഗ്രഹമായി തിക്കറ് ഉസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവ, നല്ല സ്വഭാവ ചിൽറച്ച്. ഇത് എല്ലാവർക്കും ലഭിക്കാത്തതായ ഒരു തൗഫീഖായി തിക്കറും. കാരണം എന്താ വെച്ചെന്നെങ്കിൽ അമ്പിയാക്കന്മാരെ കുറിച്ചിട്ട്, അള്ളാഹുരെ ഇഷ്ടദാസന്മാരെ കുറിച്ചിട്ട് അങ്ങനെ സ്വഭാവ വിവരിക്കുന്നത് അങ്ങ താഴ്മ ഇന്ന ആൾമാരായി തിന്നാർ, തവാലു ഇന്ന ആൾമാരായി തിന്നാർ. സ്വഭാവ നന്നാവുടത് അത് അമ്പിയാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ ഏറ്റവും വലിയതായിട്ടുള്ളതായ ഒരു ഗുണമായി തിക്കർ. ഒരാളെ സ്വഭാവ മോശാവുടത് അത് ഇബ്ലീസിനെയും വഹുവ സിഫത്തു ഇബ്ലീസ് വ ജുനൂദിഹി, ഇബ്ലീസിനെയും അവൻ്റെ ആൾമാരെയും സ്വഭാവമായി തിക്കർ ചെന്ന് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ഖുർആനെയും ഹദീസിനെയും ബേസിൽ പഠിപ്പാട്ടി തണ്ടാർ. സ്വഭാവ മോശമായിട്ടെങ്കിൽ പിന്നെ കടന്നിട്ട് വേണ്ടത് തക്കബ്ബുറൈത്തിക്കർ, കിബുറൈത്തിക്കർ. അത് ഗുരുതരമായിട്ടുള്ളതായ പാപമൈത്തിക്കർ. സ്വഭാവം നന്നാവുടത് അള്ളാഹു തൻ്റെതായ വലിയ ഒരു നിഅമത്തൈത്തിക്കർ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല പവിത്രമായിട്ടുള്ളതായ ഖുർആനിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വിഷയത്തിൽ ചിൽറത്ത് ഞങ്ങളെ നേതാവായിട്ടുള്ളതായ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളതായ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വിഷയത്തിൽ അല്ലാഹു തആല ചിൽറനോക്കോർ വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. 68-ാമത്തെ അധ്യായ സൂറത്ത് ഖലമരെ 3 പിന്നെ ഉള്ളതായ ആയത്ത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, ഖണ്ഡിതമായിട്ടും നബിയെ നിങ്ങൾക്ക് ഒരിക്കലും മുറിഞ്ഞു പോവാത്തതായ, നഷ്ടപ്പെടാത്തതായ പ്രതിഫലമായി തിക്കറ് നിങ്ങൾക്കുള്ളത്. എന്തേ കാരണ? അതിനെ പിന്നത്തെ ആയത്ത് നിങ്ങൾ നോക്കോർ, 4-ാമത്തെ ആയത്ത് സൂറത്ത് ഖലമരെ അല്ലാഹു തആല ചൊല്ലുന്നത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയേ, നിങ്ങ അതിമഹത്തായിട്ടുള്ളതായ സ്വഭാവത്തിലായി തിക്റാർ, നിങ്ങ നല്ല സ്വഭാവത്തിലായി തിക്റാർ. നിങ്ങ അതുകൊണ്ട് പടച്ച റബ്ബ് ഒരിക്കലും നിങ്ങളെ കൈവിടലേ, നിങ്ങൾക്ക് മുറിഞ്ഞു പോവാത്തതായ പ്രതിഫലമായി തിക്കർ. മാത്രമല്ല, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ, വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീക തഫ്സീർ കൊടുക്കാറ്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചോളം, ആണാവട്ട് പെണ്ണാവട്ട്, അങ്ങനെ കർമ്മ അള്ളാഹുരെ പക്കൽ സ്വീകരിക്കൂ, അള്ളാഹു അത് കബൂലാക്കൂ. ഒരു മാനദണ്ഡ കൂടി അയച്ചിക്കര് അങ്ങനെ സ്വഭാവ. മഹാന്മാരായ മുഫസ്സിരീക തഫ്സീറിൽ രേഖപ്പെടുത്തുകാർ. അയങ്കല ചെമ്മച്ച ആൾമാർ ആ വിഷയത്തിൽ ഗഫലത്തിലും അശ്രദ്ധയിലുമായി തിക്റാർ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമായിട്ടുള്ളതായ ഖുർആനിൽ
മൂന്നാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ വിഷയത്തിൽ ചെല്ലുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻതലവും, നബിയെ നിങ്ങൾ അങ്ങളൊട്ടിಗೆ സൗമ്യ കാണിച്ചത്, നല്ല സ്വഭാവത്തിൽ നിങ്ങൾ വർത്തനാക്കിയത് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നതായ റഹ്മത്തൈറ്റിക്കർ. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. ഒരു സമയ നിങ്ങളെ ഹൃദയ കഠോരമായി തിന്നിട്ടെങ്കിൽ, നിങ്ങളെ ഹൃദയ കഠോരമായി തിന്നെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, നിങ്ങളെ ചുറ്റുമുത്തിൽ നിന്ത്, നിങ്ങളെ മുട്ടത്തിൽ നിന്ത് അങ്ങ് നിങ്ങളെ വിട്ടു ദൂരാവാത്താർ. നിങ്ങൾ അങ്ങളൊട്ടിಗೆ സൗമ്യമായിട്ട് നല്ല നിലക്ക് സൽ സ്വഭാവത്തിൽ പെരുമാറിയത് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന വലിയ നിഅമത്തൈറ്റിക്കർ. എന്നിട്ട് അല്ലാഹു ചെൽറ ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. ഫഅഫു അൻഹും, അങ്ക് നിങ്ങൾ മാഫു കൊടുക്കോರು. വസ്തഗ്ഫിർ ലഹും, ಅಂಕ ಬೇನಾಯ್ತು ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಪೊರ್ಕಲ್ರೆ ನಿಂಗ ಕೇಕೋರು, ಮಾಫು ಕೇಕೋರು. ವಶಾವಿರುಹುಂ ಫಿಲ್ ಅಮ್ರ್, ஒரு ಕಾರ್ಯ நீங்க ஒருத்தமே தீர்மானிக்கிறதல்ல, ஒரு കാര്യത്തിന് நீங்க ஒரு മുഷാവറ കൂട്ടിട്ട് കൂടി ആലോചന ആക്കിയിട്ട് നിങ്ങൾ തീർമാനാക്കണം. ഇത് ഞങ്ങളെല്ലാവരും പഠിച്ചു വെക്കേണ്ടതായ, ഞങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കണമായിട്ടുള്ള ആയത്തേക്ക്. എത്ര വലിയവനായെങ്കിലും, അധികാരത്തിൽ ഇന്നവനായെങ്കിലും, പള്ളിയുടെ പ്രസിഡന്റ് ആവട്ടെ, ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലക്ക് പ്രവർത്തിക്കുന്നതായ അധികാരമുള്ളതായ ആറ് വേണമെങ്കിലാവട്ടെ, ഒരു കാര്യ തീരുമാനിക്കുന്നതായ സന്ദർഭത്തിൽ മുഷാവറ കൂട്ടിയിട്ട് കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നത് ഏറ്റവും ഹൈറൈറ്റിക്കര്. അതിൽ അള്ളാഹുരെ സഹായം ഉണ്ട് ചെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അള്ളാഹു തആല ചെല്ലത് നോക്കോറ്, ഇതേ ആയത്തിൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫഇദാ അസംത, ഒരു കാര്യം നിങ്ങൾ തീരുമാനം എടുക്കണമെങ്കിൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലെ നിങ്ങൾ തവക്കുലാക്കോറ്, അല്ലാഹുവിന്റെ മേലെ നിങ്ങൾ ബരമേൽപ്പിക്കോറ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നതായ, അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുന്നതായ ആൾമാരെ ഖണ്ഡിതമായിട്ടും അല്ലാഹു ഇഷ്ടപ്പെട്ട. ആലി ഇമ്രാനിലെ 159 ആയത്ത്. ഇനി 160 ആയത്ത് നിങ്ങൾ കേൾക്കൂ. ഇത് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്നത്, ഇയൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടെങ്കിൽ, അല്ലാഹു നിങ്ങളൊട്ടിಗೆ ഇന്നിട്ടെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ ജയിച്ചടക്കൂ, നിങ്ങളെ എതിർന്നു പോകൂ, നിങ്ങളെ ജയിച്ചടക്കൂ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു നിങ്ങളൊട്ടിಗೆ ഇന്നെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഇന്നിട്ടെങ്കിൽ, അവൻ എത്ര വലിയവനായെങ്കിലും, എത്ര വലിയ ഉന്നത നിലവാരത്തിൽ ഇന്നിട്ടെങ്കിലും, എത്ര വലിയ സമ്പത്ത് അവനൊട്ടിಗೆ ഇന്നെങ്കിലും, അധികാരം ഇന്നിട്ടെങ്കിലും, എത്ര ആൾമാരെ ജനബെമ്പല അവനക്ക് ഇന്നിട്ടെങ്കിലും, എത്ര വലിയ സ്വാധീനം അവനക്ക് ഇന്നിട്ടെങ്കിലും, റായത്തിലും പറത്തിലും അറിയപ്പെട്ടവനായെങ്കിലും, എത്ര വലിയവനായെങ്കിലും, അല്ല നിങ്ങളെ സഹായിച്ചിട്ടെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ ജയിച്ചെടുക്കൂ, നിങ്ങളെതിരിൽ വിജയിക്കും ഒരാൾക്കും സാധ്യമല്ല. മാത്രമല്ല വഇയഖ്ലുദുക്കും, അല്ലാഹു നിങ്ങളെ കൈവിട്ടിട്ടെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ, ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, അല്ലാഹു അല്ലാതെ ഏതൊരുത്തൈത്തിക്കർ നിങ്ങളെ സഹായിക്കരുത്. ആർക്കൈത്തിക്കർ അധികാരമുള്ളത്, ആർക്കൈത്തിക്കർ സാധിക്കരുത്. അല്ലാഹു കൈവിട്ടിട്ടെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം ഇന്നില്ലെട്ടെങ്കിൽ, അവൻ്റെ ഒട്ടിಗೆ എത്ര കോടിക്കണക്കിന് ഡോളർ കണക്കിന് സമ്പത്തിന്നെങ്കിലും, എത്ര അവനക്ക് ജനബെമ്പല ഇന്നിട്ടെങ്കിലും, എത്ര വലിയ അധികാരത്തിൽ ഇന്നിട്ടെങ്കിലും,
എത്ര വലിയ ബമ്പനായെങ്കിലും പടച്ച റബ്ബുരെ സഹായം ഇന്നില്ലെണ്ടെങ്കിൽ, അള്ളാഹു ശിക്ഷിക്കുക തീരുമാനിച്ചിട്ടെങ്കിൽ, അള്ളാഹു പനിഷ്മെന്റ് കൊടുക്കുക തീരുമാനിച്ചിട്ടെങ്കിൽ, അള്ളാഹു പരീക്ഷിക്കുക തീരുമാനിച്ചിട്ടെങ്കിൽ ആറ് കൈത്തിക്കർ അതിനെ തടയുകയോ സഹായിക്കുകയോ സാധ്യ? അള്ളാഹുരെ ചോദ്യമായിത്തിക്കർ. എന്നിട്ട് അള്ളാഹു ചെല്ലു നോക്കൂ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായിട്ടുള്ള ആൾമാർ, സത്യവിശ്വാസികളായിട്ടുള്ളതായ ആൾമാർ അള്ളാഹുരെ മേൽ അങ്ങ് തവക്കുലാക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഈ ആയത്തിലെ സബബ്, ഇത് ഇറങ്ങുള്ളതായ കാരണം എന്തായിത്തിക്കർ? ഇതിന്റെ തഫ്സീറിൽ നിങ്ങൾക്ക് കാണും ഇതിന്റെ സബബ് നുസൂൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചാർ. ഉഹുദ് യുദ്ധത്തിൽ ഹിജ്റ 3-ാമത്തെ വർഷം നടന്നതായ യുദ്ധമായിത്തിക്കർ ഉഹുദ് യുദ്ധ. ആ ഉഹുദ് യുദ്ധത്തിൽ ഫസ്റ്റ് മുസ്ലിമീങ്ങൾക്ക് ജയ ലഭിച്ചെങ്കിലും പിന്നെ പരാജയം ലഭിച്ചിട്ട് 70ഓളം പണ്ടതായ സ്വഹാബികൾ ഷഹീദായിട്ടുള്ളതായ യുദ്ധമായിത്തിക്കർ ഉഹുദ് യുദ്ധ. അതൊരു കാരണമായിത്തിക്കര് സഹാബത്തിരെ നടുവിൽ നടന്നതായ ചർച്ചയും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളും തപ്പുകളുമായി തിക്കർ. ഞങ്ങൾ ചരിത്ര കേട്ട ആൾമാരായി തിക്കറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50ഓളം പണ്ടതായ അമ്പെയ്ത്തിരെ ഉഹുദ് പർവ്വതത്തിലെ മേൽഭാഗത്തിൽ നിപ്പാട്ടിത്ത് നന്റെ ഓർഡർ കിട്ടിടത്തോളം, നന്റെ പെർമിഷൻ കിട്ടിടത്തോളം, നാണ് ചെല്ലടത്തോളം ഈ പർവ്വതത്തിൽ നിന്ന് കീഴിഞ്ഞ് പറകു തീരച്ചെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങലൊട്ടിಗೆ ആജ്ഞാപനാക്കിത്ത്. അതങ്ങ ആജ്ഞാപന പാലിച്ചാർ. ചില സാങ്കേതികമായിട്ടുള്ളതായ പ്രയാസങ്ങളെ കൊണ്ടിട്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ടിട്ട്, വിശപ്പ് സഹിക്കാനാവാതെ ഗനീമത്ത് സ്വത്തിരെ ഓഹരി വെക്കുന്നത് കണ്ടിട്ട് യുദ്ധ വിജയിച്ചിട്ട് ചെന്ന് വിചാരിച്ചു പോയതായ ഒരു ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല ചെയ്യപ്പെട്ടു ചെല്ലതായ കള്ളവാർത്തയും കേട്ടപ്പോൾ ഈ സ്വഹാബത്ത് സൈക്കോകാവാതെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പെർമിഷൻ ലഭിക്കാതെ, ഓർഡർ ലഭിക്കാതെ ആ ഉഹുദ് പർവ്വതത്തിന് കീഴിൽ ഞെച്ചു വന്നാർ. അത് ശത്രുക്കൾ മുതലാക്കിയാർ. വലിയ ഒരു പരാജയം സംഭവിച്ചിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉൾപ്പെടെയുള്ളതായ 70ഓളം പണ്ടതായ സ്വഹാബത്ത് ആ ഉഹുദിൽ വെച്ചിട്ട് ഷഹീദായാർ. ഈ വിഷയത്തിലേത്തിക്കരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ അള്ളാഹുരെ കൽപ്പന, നബിയെ നിങ്ങൾ അങ്ങലൊട്ടിಗೆ സൗമ്യമായിട്ട് അരസ വെക്കാതെ, ഈർച്ചി വെക്കാതെ അങ്ങലൊട്ടിಗೆ ആ ഒരു നല്ല സ്വഭാവത്തിൽ നിങ്ങൾ പെരുമാറിയത് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നതായ വലിയ ഒരു നിഅമത്തായിത്തിക്കർ, അനുഗ്രഹമായിത്തിക്കർ. ഒരു സമയ അതിനെ പ്രതികാരം നിങ്ങൾ തീർത്തി തിന്നിട്ടെങ്കിൽ അങ്ങലൊട്ടിಗೆ നിങ്ങൾ കടുപ്പത്തിൽ കഠോരമായിട്ട് നിങ്ങൾ പെരുമാറി തിന്നിട്ടെങ്കിൽ നിങ്ങളെ വിട്ടുത്തങ്ങ ദൂരാവാത്താറ്. അതുകൊണ്ട് നിങ്ങൾ മാഫ് കൊടുക്കറു. ಅಂಕ್ ಬೇನಾಯ್ತು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಮಾಫುರ ನಿಂಗ ತೇಡೋರು. അതേപോലെ അങ്ങലൊട്ടിಗೆ നിങ്ങ മുഷാവറ നടത്തರು കൂടി ആലോചിക്കൊരു ചെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കറ. നോക്കറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മോശമെങ്കിൽ ಎಲ್ಲವೂ മോശമായിട്ട്. തൗഹീദുണ്ട്, നിസ്കാര കൃത്യമായിട്ട് വക്തിൽ നിസ്കാരമുണ്ട്, സകാത്ത് കൃത്യമായിട്ടുണ്ട്, അതേപോലെ ഫർളും സുന്നത്തും നോമ്പ് കൃത്യമായിട്ടുണ്ട്, ഹജ്ജും ഉംറയും ധാരാളമായിട്ടുണ്ട്, ബാക്കിയുള്ളതായ സത്കർമ്മങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സ്വഭാവ മോശമായി തിന്നിട്ടെങ്കിൽ ആ കാരണത്തിൽ നരകത്തിക്ക് പോണുകയറ്റ് വരും, അമലുകൾ നിഷ്ഫലമായിട്ട് വരും, എല്ലവും പരലോകത്തേക്ക് എത്തുമ്പോഴത്തേക്കും ശൂന്യമായി തിക്കും. സഹോദരന്മാരെ, എത്ര സംഭവമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിശുദ്ധ ഖുർആനും ഹദീസും നിങ്ങൾക്ക് വെളിപാട്ടത്. മഹാന്മാരായ ചരിത്രകാരന്മാർ കിതാബുൽ അഖ്ലാഖ് ക്യാരക്ടർ വിഷയത്തിൽ, സ്വഭാവ നന്നാക്കുന്ന വിഷയത്തിൽ എത്ര ഗ്രന്ഥങ്ങൾ എഴുതി പോയിരാർ. ഇന്നും എത്ര ഗ്രന്ഥങ്ങളായി ഞങ്ങൾ എതിരിൽ ബാക്കിയായിട്ടുള്ളത്.
എത്ര ആയത്തുകളും ഹദീസുകളും അങ്ങ് വിശദീകരിച്ചാർ, എത്ര ചരിത്ര സംഭവങ്ങൾ അങ്ങ് വിശദീകരിച്ചാർ. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായിട്ടുള്ളതായ ഹദീസിൽ നിങ്ങൾക്ക് കണ്ട് മാ മിൻ ശൈഇൻ അസ്കലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുൽഖ്. എന്തായിട്ട് കുറിച്ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തിൽ മീസാനിൽ നന്മയും തിന്മയും തൂക്കപ്പെട്ടതായ സന്ദർഭ ഇസാബിര സന്ദർഭത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അവൻ്റെ മീസാനിൽ யார் தின்ன கூட்டுறது பார கூட்டுறது அது அவൻ്റെ സൽസ്വഭാവമായി തിക്കറ്. ആര് ചെല്ലുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽസ്വഭാവത്തൊട്ടിಗೆ അവൻ്റെ വിശ്വാസത്തിനെയും കർമ്മത്തിനെയും അവನು നന്നാക്കിത്ത് താഴ്മേൽ ക്ഷമയോടുകൂടെ ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ കാലത്തോളം അവನು ജീവിച്ചിട്ട് മരിക്കുക അവനക്ക് ഭാഗ്യം കിട്ടി തിന്നിട്ടെങ്കിൽ നാളെ പരലോകത്തിൽ അവൻ്റെ നന്മയും തിന്മയും ഇസാബെടുക്കുന്നതായ സന്ദർഭത്തിൽ തൂക്കുന്നതായ സന്ദർഭത്തിൽ മീസാനിൽ അവൻ്റെ ഉസ്നുൽ ഖുൽഖ് നല്ല സ്വഭാവ അതുക്ക് നല്ലോണം കനം തൂങ്ങും, അതുക്ക് നല്ലോണം ഭാരക്കൂടും ചെന്നയച്ചിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്. ഖുർആൻ ചെന്നിലെ സൂറത്ത് ഖാരിയൽ മീസാനിൽ നന്മ കൂടിയിട്ടെങ്കിൽ തിന്മ കുറഞ്ഞിട്ടെങ്കിൽ എന്തായിച്ചിക്കറ് സംഭവിക്കുന്നത്? فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖാരിയൽ അല്ലാഹു തആല ചെന്ന ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ഏതൊരാളെയും നന്മയും തിന്മയും തൂക്കുന്നതായ സന്ദർഭത്തിൽ പരലോകത്തിൽ ഇസാബെടുക്കുന്നതായ സന്ദർഭത്തിൽ മീസാനിൽ തിന്മ കൊറടിയായിട്ട് നന്മ അധികരിച്ചിട്ടെങ്കിൽ അവൻ്റെ ഈ ദുനിയാവുടെ ജീവിത എത്ര കാലം ഈ ദുനിയാവിൽ അവന് ജീവിച്ചാണ്, ഈ ദുനിയാവുടെ ജീവന അള്ളാഹു തൃപ്തിപ്പെട്ട എല്ലാവും അള്ളാഹു സ്വീകരിച്ച അവൻ്റെ എല്ലാവും അള്ളാഹുക്ക് തൃപ്തിയായിട്ട്. അതേപോലെ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, നന്മ കൊറടിയായിട്ട് മീസാനിൽ തിന്മ അധികരിച്ചിട്ടെങ്കിൽ തിന്മക്ക് ഭാര കൂടിയിട്ടെങ്കിൽ ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ വാസസ്ഥല ഹാവിയായിട്ടിക്കറ്, അവന് പോയിട്ട് എത്രതായ ജാഗ ഹാവിയായിട്ടിക്കറ്. ഒമാ അദ്റാക മാഹിയ, ഹാവിയ നിങ്ങൾ എന്തായിട്ടിക്കറ് എന്തായിട്ടിക്കറ് അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് പിടി എന്തിനു നിങ്ങൾ മനസ്സിലാക്കിറാർ? നാറുൻ ഹാമിയ, അത് ചൂടേറിയതായ കഠിന കഠോരമായിട്ടുള്ളതായ നരകമായിട്ടിക്കറ്. നോക്കൊരു സഹോദരന്മാരെ, സ്വഭാവ മോശമായ കാരണത്തിൽ മീസാനിൽ നന്മ കൊറടിയായിട്ട് തിന്മ അധികരിച്ചിട്ട് നരകത്തിക്ക് പോകേണ്ടതായ അവൻ്റെ പരലോകമേ നഷ്ടമാവുടേതായ ഒരവസ്ഥ കയറ്റിക്കറ്, ഗതികേട് കയറ്റിക്കറ് പോയിട്ടെത്തത്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ കേൾക്കപ്പെട്ടത് എന്തായിട്ടിക്കറ്? അൻഅക്സരി മാ യുദ്ഖിലുൻ നാസുൽ ജന്ന, മനുഷ്യന്മാരെ കൂട്ടത്തിൽ യാർത്തിലര ആൾമാർ സ്വർഗത്തുക്ക് കടക്കുള്ളതായ റീസൺ എന്തായിട്ടിക്കറ്, അതുക്കുള്ളതായ കാരണം എന്തായിട്ടിക്കറ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത് ചെന്നത് തഖ്വല്ലാഹ്, ജീവനത്തിന് സദാസമയ അള്ളാഹുരെ പേടിച്ചിട്ട് സൂക്ഷ്മതയിൽ ജീവിക്കുന്നതായിട്ടിക്കറ്. ഹറാമിൽ നിന്ന് എല്ലാ നിലക്കും വിട്ടു നിന്നിട്ട് അള്ളയും അവൻ്റെ റസൂലും കൽപ്പിച്ചതായ ഏതെല്ലാം കാര്യമുണ്ടാ അതിനെ പരിപൂർണമായിട്ട് അനുസരിച്ചിട്ട് തഖ്വൽ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചതായ മനുഷ്യ, അതിനൊട്ടിക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് വഉസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവ. നോക്കൊരു സഹോദരന്മാരെ, സ്വർഗത്ത് കയറ്റിക്കരുത് അമലുകൾ നിഷ്ഫലമാക്കുന്നതായ കാര്യമായി തിക്കറ് സ്വഭാവം മോശം. എത്ര എത്ര ചരിത്ര സംഭവമായി തിക്കറ്. നിങ്ങൾ നോക്കൂ, ഹുദൈബിയ സന്ധി
നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പിടിക്കൊന്ന് ചെന്നില്ല ആയെങ്കിലും നിങ്ങൾ നോക്കോറു ആ ഹുദൈബിയ സന്ധി നടക്കുന്നതായ സന്ദർഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെമ്മ പ്രയാസത്തിലെത്തിക്കർ സ്വഹാബത്ത് പ്രയാസത്തിലെത്തിക്കാർ ഉംറക്ക് വേണായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് വന്നതായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്തിനെ തടഞ്ഞു വെച്ചാർ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പെരുമാറിയത് അങ്ങനെ സ്വഭാവ വിവരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണ്ട്. എത്രത്തോളം ആ ഹുദൈബിയ സന്ധി ആ കരാറ് നടക്കുമ്പോഴത്തേക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തതായ വിട്ടുവീഴ്ച ചില സ്വഹാബത്തുക്ക് അത് തൃപ്തിയായിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റൊട്ടിക്ക് അങ്ങ് കേട്ടാർ, അള്ളാഹിൻ്റെ റസൂലെ ഇത്തരണങ്ങ വിട്ടുവീഴ്ച കൊടുക്കണ, ഇത്തരണങ്ങ താളോണ നബിയെ എന്ത് കയറ്റിക്കര്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങളെ സമാധാനിപ്പിച്ചിട്ട് നോക്കറു. ഹുദൈബിയ സന്ധി കരാറ് കഴിഞ്ഞിട്ട് പോകുമ്പത്ത് കയറ്റിക്കര്, മധ്യഭാഗത്ത് എത്തുമ്പത്ത് കയറ്റിക്കര് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹ് അവതരിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ തീരുമാനത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിയതായ ആ അതിമഹത്തായിട്ടുള്ളതായ സ്വഭാവത്തിനെ വർണ്ണനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്ഥാനത്തിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മനസ്സിക്ക് ഹൃദയത്തിക്ക് നല്ലോണം സന്തോഷ കടന്നിട്ട് പണ്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാരെ സമാധാനിപ്പിക്കപ്പെട്ടതായ ഒരു അധ്യായമായി തിക്ർ സൂറത്തുൽ ഫത്ഹ്. പിന്നെ തിക്ർ മക്ക ഫത്ഹ് ആയിട്ട് കിട്ടിയത്. ആ സന്ദർഭത്തിൽ തിക്ർ സ്വഹാബത്തുക്ക് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറ് നടക്കുന്നതായ സന്ദർഭത്തിൽ കാട്ടിയതായ താഴ്മയും വിനയും സ്വഭാവവുമായി തിക്ര് ഈ മക്ക ഫത്ഹിലെ വിജയ. സഹോദരന്മാരെ, എത്രയെത്ര ചരിത്ര സംഭവമായി തിക്കർ. ആയിഷ റളിയല്ലാഹു അൻഹയൊട്ടിಗೆ കേക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ കാന ഖുലുഖുഹു അൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ കൊടുക്കുന്നത് ഒരേ ഉത്തര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ അത് ഖുർആനായിന്ത്. എന്തേ അങ്ങനെ ചെല്ലകുള്ള കാരണ? ഖുർആൻ അല്ലാഹുവിന്റെ കലാം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കൊടുക്കുമ്പോഴത്തേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതുറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിക്കര്. അതിനെ ബയാനാക്കിത്ത് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100% ഖുർആൻ അനുസരിച്ചിട്ടുള്ളതായ ജീവനായിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വൈവാഹിക ജീവന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൗട്ടുംബിക ജീവന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൂട്ടുകാരൊട്ടിക ഉള്ളതായ ജീവന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനത്തിലെ എല്ലാ മേഖലയും വിശുദ്ധമായിട്ടുള്ളതായ ഖുർആൻ അനുസരിച്ചായിന്ത്. അതുകൊണ്ട് തിക്ർ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഭാവ അത് ഖുർആനായി തിക്ർ. ഞങ്ങൾക്ക് ചെല്ലക്ക് സാധ്യമുണ്ട? ഞങ്ങളെ പെഞ്ഞായിരൊട്ടിಗೆ കേട്ടിട്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ ചങ്ങായിമാരൊട്ടിಗೆ കേട്ടിട്ടെങ്കിൽ, ഞങ്ങളൊട്ടിಗೆ പിണറാളെ കുറിച്ചിട്ട് കേട്ടിട്ടെങ്കിൽ, സഹോദരന്മാരെ അവിടെ ഇത്തുവേണം ഞങ്ങൾ മനസ്സിലാക്കണായത്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനായിന്ത്. ഒരു കോംപ്രമൈസും ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത ആളായിട്ടിക്കർ. ഇസ്ലാമിലെ രണ്ടാമത്തെ ഭരണാധികാരി ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്ര വിശദീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണ്ട് നല്ലോണം താഴ്മയുള്ളതായ നല്ല ഒരു സ്വഭാവത്തിൽ ആളായിന്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ മുട്ട പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നതായ ഒരു പലക്കമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചില സീക്രട്ടായിട്ടുള്ളതായ കാര്യ സൂക്ഷിച്ചുകൊണ്ടിരുന്നതായ ചില സീക്രട്ടായിട്ടുള്ള രഹസ്യ വിഷയങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരുന്നതായ അതിനെ സൂക്ഷിച്ചുകൊണ്ടിരുന്നതായ ഒരാളായിന്ത് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ ചില സീക്രട്ടായിട്ടുള്ള വിഷയം ചെന്നുകൊണ്ടിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കേക്കറ്, ഹുദൈഫ നിങ്ങളൊട്ടിಗೆ അള്ളാഹിൻ്റെ റസൂൽ ചില രഹസ്യ വിഷയ സീക്രട്ടായിട്ടുള്ള വിഷയ ചെന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കത് പിടിയുണ്ട്. ನಾನು കേൾക്കുന്നത് എൻ്റെ സ്വന്തം വിഷയത്തിലയച്ചിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊട്ടിಗೆ ഇന്ന ആൾമാർ മുനാഫിക്കിങ്ങ ഉള്ളാറ്
ಅಂಗಳ ಜಾಗ್ರತೆ ಹಾಕೋರು ಚಂತ ಅಂಗಳ ಪೇರು ನಿಂಗೆ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲല്ലാഹു അലൈഹി വസല്ലമ ചന്തന്തിക്കും ആയെങ്കിൽ അതിൽ ഈ പാവപ്പെട്ടതായ ഉമറിൻ്റെ പേരൊന്നും ഉണ്ട് ചെന്ന് നിങ്ങൾ നോക്കോറു. ನಾನು നന്നാവുകവേനായിട്ട് ನಾನು ಪರಿವರ್ತನಾവുകവേനായിട്ട് അങ്ങനെ ഉണ്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കടന്നു വന്നിട്ട് ചെന്ന് എൻ്റെ സ്വന്തം നഫ്സിനെ ഒന്ന് എനിക്ക് കൗണ്ടിങ് ആക്കുകവേനായിട്ട് ഹിസാബ് എടുക്കുകവേനായിട്ട് എത്തിക്കുന്നതാണ് കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ബുൽപുട്ട് ഫബഖാ ഹുദൈഫ ബുഖഅൻ ശദീദ ശക്തി ആയിട്ട് ബുൽപുട്ട്. എന്തേ ഉമറെ നിങ്ങൾ ചെല്ലുന്നത്? നിങ്ങൾ ആരായിട്ടിക്கிறார்? അല്ലാഹുവിൻ്റെ റസൂൽ ചെമ്മ ഇഷ്ടപ്പെട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേനായിട്ട് ഭവനം നിർമ്മിച്ചിരിച്ചെന്ന് റസൂല് ചെന്നതായ റസൂലിന് നാവ് കൊണ്ടുത്തു വഹീര ബേസിൽ ഉമറും ഫിൽ ജന്ന സ്വർഗത്തിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയതായ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ നിങ്ങളെ കാരണത്തിൽ ഇറങ്ങി. ഇത്രയും പവിത്രത ഉള്ളതായ ധീരനായിട്ടുള്ളതായ ഉമർ നിങ്ങൾ എന്തായി തിക്കറി ചൊല്ലുന്നത്? അത്തരത്തോളം അങ്ങ് സൂക്ഷ്മത പാലിച്ചാർ. ഞങ്ങൾ ഉണ്ട് ബാക്കി നാൾമാർക്ക് സ്വർഗത്തിരെയും നരകത്തിരെയും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായ അർജൻറ്റിൽ ഞങ്ങൾ ഉള്ള. പക്ഷേ ഞങ്ങൾ സ്വർഗത്തുക ഞങ്ങൾ നരകത്തുക ഞങ്ങൾ നാളെ എങ്ങനെ എത്തിക്കറ് മരിക്കരുത്, ഞങ്ങൾ ആക്കിബത്ത് എങ്ങനെ എത്തിക്കറ് മുഅ്മിനായിട്ട് മരിക്കുക ഞങ്ങൾക്ക് സാധ്യ ഉണ്ട ഇല്ല ചെന്ന് സ്വയം തീരുമാനിക്കാതെ കാലത്തോളം ഞങ്ങൾ നന്നാവുക സാധ്യമല്ല. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഓ വിശ്വാസികളായിട്ടുള്ള ആൾമാരെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തൊക്കെ ചൊല്ലുക പോണ്ടാർ. ഖബറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാഹുര പക്കല് അത് വലിയ ഒരു പാപമായി തിക്കർ. അള്ളാഹു സ്വഭാവത്തിനെ നന്നാക്കിയിട്ട് വിശ്വാസവും കർമ്മവും നന്നായി പ്രവർത്തിച്ചിട്ട് മുഅ്മിനായിട്ട് മരിക്കുന്നതായ സൗഭാഗ്യമുള്ള ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ചേർപ്പാട്ടി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പിരിസത്വ സഹോദരന്മാരെ സഹോദരിമാരെ, ഞങ്ങളെ ജീവനത്തിൽ കഴിഞ്ഞു പോകേണ്ടതായ ഞങ്ങളെ ആയുസ് അമൂല്യത്തിൽ നിന്ന് അമൂല്യമായി തിക്കരുത്. ഒരു സെക്കൻഡ് പോലും എത്ര ഞങ്ങൾ കോടിക്കണക്കിന് ചെലവാക്കിയെങ്കിലും ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയതായ ഞങ്ങളെ ആയുസ് അജൽ അത് ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയിട്ട് ഏത് സമയത്തും അള്ളാഹുരെ അലംഘനീയമായിട്ടുള്ളതായ ബലിക്ക് ഞങ്ങൾ ഉത്തരം കൊടുക്കേണ്ട ആൾമാരെ ചിക്ര. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിൻ്റെയും നിങ്ങളെയും മരണ അള്ളാഹു ഡിക്ലെയർ ആക്കിറ. അത് മുന്നിലിട്ടതായ വിഷയില്ല ചെന്ന് അള്ളാഹു പവിത്രമായിട്ടുള്ളതായ ഖുർആനിൽ സൂറത്ത് വാഖിയയിൽ അള്ളാഹു താല ചെന്ന വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ നിങ്ങൾ മരിക്കാറ് ചെന്ന് നിങ്ങൾക്ക് പിടിയില്ല, ഒരാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അദൃശ്യമായിട്ടുള്ളതായ ജ്ഞാനമായി തിക്കറ്, അത് അള്ളാഹുക്ക് മാത്രമേ പിടിയുള്ളത്. ഞങ്ങൾ എപ്പോൾ ഇച്ചിക്കറ് മരിക്കര്, എവിടെ ഇച്ചിക്കറ് മരിക്കര്, ഏത് പക്കത്തിൽ ഇച്ചിക്കറ് മരിക്കര്, ഏത് സമയത്തിൽ ഇച്ചിക്കറ് മരിക്കര്, ഏത് ജാഗയിൽ ഇച്ചിക്കറ് മരിക്കര്, എവിടെയും ഞങ്ങൾക്ക് ചെല്ലോക്ക് സാധ്യമല്ല. അതുക്ക് രോഗ അനാരോഗ്യ വാർദ്ധക്യ അതേപോലെ യൗവന ബാല്യ ഒന്നും മരണത്തിക്ക് റീസൺ അല്ല സഹോദരന്മാരെ. എത്ര ആൾമാർ എത്ര വേഗ ഒരു റീസണുമില്ലാതെ ഒരു സീക്കും ഇല്ലാതെ മരണപ്പെട്ടതായ എത്ര മരണ വാർത്ത ദൈനംദിനമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള എത്ര ആൾമാർ അപകടത്തിൽ വെച്ചിട്ട് മരിക്കുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള. പക്ഷേ അങ്ങനെ അജൽ തീരുമ്പത്തുകു കേവല അതൊരു റീസൺ മാത്രമായി തിക്കറ്. ഞങ്ങൾ എല്ലാവരും മരണത്തിലുള്ളതായ ഒരുക്കത്തിലായിട്ട് വേണം. ഞങ്ങൾ പരസ്പര കച്ചാടുക, പരസ്പര മുഖത്തിരിക്കുക, പരസ്പര സാഹോദര്യ ബന്ധത്തെ നഷ്ടപ്പെടുത്തുക, പരസ്പര കുടുംബ ബന്ധം മുറിക്കുക, പരസ്പര സാഹോദര്യ ബന്ധം മുറിക്കുക ഉള്ള ആൾമാരല്ല. എല്ലാവും ചേർത്തിട്ട് തഖ്വല് അള്ളാഹുരെ പേടിച്ചിട്ട് ഈ തൗഹീദിൽ ആദർശത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ
പരലോകത്തിലെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് മുഅ്മിനായിട്ട് ജീവിച്ചെങ്കിൽ മാത്രം എത്തിക്കര് ഞങ്ങൾക്ക് വിജയ. ഞങ്ങളെ നഫ്സിനെ ഒന്ന് കൗണ്ടിങ് ആക്കിച്ച് നോക്കിയെങ്കിൽ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ചെന്നുകൊണ്ടിരുന്ന ഒരു ഫലക്കണിക നോക്കോറ്, അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഹാസിബു അൻഫുസക്കും, നിങ്ങളെ സ്വന്തം നഫ്സിനെ ഒന്ന് നിങ്ങൾ ഹിസാബാക്കോറു, കൗണ്ടിങ് ആക്കോറു, ഖബല അൻ തുആസബു, നാളെ പരലോകത്തിൽ നിങ്ങളെ ഹിസാബ് എടുക്കുന്നതുக்கு മുന്നോളായിട്ട് നിങ്ങളെ സ്വന്തം നഫ്സിനെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തിൽ ദൈനംദിനമായിട്ട് നിങ്ങൾ ഒന്ന് ഹിസാബ് എടുക്കോറു. വസിനു അഅ്മാലക്കും, നിങ്ങളെ അമലിനെ ഒന്ന് നിങ്ങൾ തൂക്കോറു. ഖബല അൻ തൂസനു, നാളെ മീസാനിൽ പരലോകത്തിൽ മലായിക്കത്തിൽ അല്ലാഹു സാക്ഷിയാക്കിയിട്ട് പടച്ച റബ്ബ് സാക്ഷിയായിട്ട് നാളെ മീസാനിൽ ഞങ്ങളുടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ ഞങ്ങൾ ബസലാവുടേതായ ഒരു അവസ്ഥ ഉണ്ട്. നരകത്തുക്ക് ഹുദു ഫഹുല്ലു സുമ്മൽ ജഹീമ ഫസല്ലു, പിടിക്കൊരു കെട്ടിയിട്ടു ചെങ്ങലകിടൊരു അവൻ്റെ നരകത്തുക്ക് ബൽച്ചെറിയൊരു ചെന്ത് മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബു അവൻ്റെ മലായിക്കത്തുക്ക് വാട്ടറാക്കുന്നതായ ഒരു നാളുണ്ട്. അത് അവൻ്റെ നന്മയും തിന്മയും തൂക്കപ്പെട്ടതായ നാളായിത്തിക്കര്. ആ തൂക്കുന്നതുக்கு മുന്നോളു ദുനിയാവുലു നിങ്ങളെ അമലരെ ഒന്ന് നിങ്ങൾ കൗണ്ടിങ് ആക്കോറു, അത് സമമായിട്ട് ഒന്ന് നിങ്ങൾ സെർച്ച് ആക്കോറു. എന്തെല്ലാം അതിൽ തപ്പ് വന്നര് വിട്ട് വീഴ്ച വന്നര് അതിനെ തിദ്ദുപടിയാക്കിത്ത് സമാക്കിത്ത് കൊണ്ടുപോറു, ഇല്ലെങ്കിൽ പരലോകത്തിൽ ഖേദിക്കൊണായിട്ട് വരും. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്ന ഒരു പലക്ക ഫഇന്നൽ യൗമ അമലുൻ, ഈ ദുനിയാവൊരു നാളില് ഇണ്ടത്തെ നാളില് അമലുണ്ട്. ആയിസീക്കരോട് തോളം ഞങ്ങൾക്ക് അമലെടുക്കുക, പിന്നെ സാധ്യമല്ലല്ലേ എത്ര നന്മ കൂട്ടുകാവുടു, എത്ര അമൽ ഞങ്ങൾക്ക് അധികരിപ്പിക്കുകയാവുടു, അത്ര ഞങ്ങൾക്ക് ആക്ക. മാത്രമാ വലാ ഇസാബ, ഈ ദുനിയാവിൽ ഇസാബില്ല. മാത്രമാ വഹദൻ, നാളത്തെ നാളിൽ പരലോകത്തിൽ ഇസാബുൻ വല അമൽ, അണ്ട് ഇസാബ് മാത്രമായിത്തിക്കറ്, അണ്ട് അമലില്ല. എന്ത് നീ അട്ടഹസിച്ചെങ്കിലും, ഏത് റീസൺ ചെന്നെങ്കിലും, എന്ത് നീ ചെന്നിട്ടെങ്കിലും, ഒരു കടുക് മണിരത്തിര പോലും, ഒരു സാസി വരത്തിര പോലും അമലുള്ളതായ ചാൻസ് പരലോകത്തിലില്ല. ഞങ്ങളെ പെഞ്ഞായി മക്കളെ കൈവിടുവാർ, ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ കൈവിടുവാർ, അതേപോലെ ഞങ്ങളെ ഉമ്മാപ്പ ഞങ്ങളെ കൈവിടുവാർ. എല്ലാവരും നഫ്സി നഫ്സി നഫ്സി, സ്വന്തം നഫ്സിനെ ഓർത്ത് മാത്രം ചിന്തിക്കുന്ന ആ നാളെത്തിക്കുന്ന പരലോക. ആ പരലോകത്തുള്ള ഒരുക്കത്തിലായിട്ട് വേണു ഈ ദുനിയാവിലുള്ള ജീവന അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചെമ്മ ആൾമാർ ഞങ്ങളൊട്ടിಗೆ ദുആ കൊണ്ടൊത്ത് ഏൽപ്പിച്ചിരാറ്. രോഗിയായിട്ടുള്ള ചെമ്മ ആൾമാർ, ഒരു സഹോദര ബ്ലഡ് ക്യാൻസർ ആയിട്ട്, അതേപോലെ പിന്നൊരു സഹോദരക്ക് ക്യാൻസർ ആയിട്ട്, അതേപോലെ പിന്നൊരു സഹോദര 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ട് കിഡ്നി ട്രാൻസ്ഫർ ആക്കുകയായിട്ട് അതിരെ ഒരുക്കത്തിലുള്ളാർ. ഇങ്ങനെ പല നംതര രോഗങ്ങളെ കൊണ്ടിട്ട് പ്രയാസപ്പെട്ടതായ ആൾമാർ, പിന്നൊരു സഹോദര ചെമ്മ ആൾമാർ. അള്ളാഹു നീ അറിയറവനായിത്തിക്കറ പടച്ച റബ്ബേ, രോഗം തണ്ടവനും ശിഫയാக்கிறവനും നീ മാത്രം അയച്ചിക്കറ. അല്ലാ അങ്കെല്ലാവർക്കും നീ പരിപൂർണമായിട്ടുള്ള ആജിലായിട്ടുള്ള ശിഫ നീ കൊടുത്തു അനുഗ്രഹിക്കല്ല, നീ അനുഗ്രഹിക്കല്ല. എല്ലാ പ്രയാസത്തിനും നീ തീർത്തു കൊടു റബ്ബേ. അത്തരത്തിലുള്ളതായ രോഗത്തിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ സഹോദര സഹോദരിമാരെയും ഞങ്ങളെ പെഞ്ഞായി മക്കളെയും ഞങ്ങളെ ഉമ്മാബ്ബരെയും ഞങ്ങളെല്ലാ സഹോദര സഹോദരിമാരെയും നീ കാത്ത് സലാമത്താക്ക് റബ്ബേ. അങ്ക് ക്ഷമയും സബൂറിനെയും നീ കൊടു റബ്ബേ. എല്ലാ ആഫാത്ത് മുസീബത്തിൽ നിന്ന് റബ്ബു പടച്ച റബ്ബു ഞങ്ങളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു നീ കാത്ത് സലാമത്താക്ക് റബ്ബേ. ഞങ്ങളെ മക്കളെ നീ കാത്ത് സലാമത്താക്ക് റബ്ബേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി റബ്ബേ. അള്ളാഹുവേ, മുസ്ലിമീങ്ങ ദുനിയാവിലെ പല ഭാഗത്തിലും പ്രയാസത്തിലെത്തിക്കാർ, കഷ്ടത്തിലെത്തിക്കാർ. അള്ളാഹുവെ അങ്ക് നീ സമാധാനത്തിനെ കൊടു റബ്ബേ, ശാന്തിനെ നീ കൊടു റബ്ബേ. ശത്രുക്കളായ ആൾമാരെ ഷർറിൽ നിന്ന് നീ കാത്ത് സലാമത്താക്ക് റബ്ബേ. ഞങ്ങളെ തന്ത്രത്തിനെയും കുതന്ത്രത്തിനെയും നീ പരാജയപ്പെടുത്തി റബ്ബേ. എത്രമാ ഞങ്ങളെ നിരപരാധിയായിട്ടുള്ളതായ സഹോദരന്മാർ, ഒരു തപ്പും ആക്കാത്തതായ നിലക്ക് നിരപരാധി ആയ ഇത്രമാ സഹോദരന്മാർ ജയിലിലുള്ളാർ. നിരപരാധിയായ ആൾമാർക്ക് നീ മോചന കൊടു റബ്ബേ. അതിലെല്ലാ ബയ്യും നീ എളുപ്പത്തിലാക്കി കൊടു റബ്ബേ. ഞങ്ങളെ പെഞ്ഞായി മക്ക ഉമ്മ അബ്ബ കണ്ണീരെ തണ്ണി എടുത്തുകൊണ്ടുള്ളാർ. അള്ളാഹു നീ ഈസിയാക്കിത്ത് കൊടു റബ്ബേ. അള്ളാഹു എല്ലാ നിലക്കുള്ളതായ സുരക്ഷിതം ഞങ്ങൾക്ക് നീ താ റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്നാ ഇത്തിബാഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിഖീൻ. അല്ലാഹുമ്മ ദമ്മിർഹും യാ ഖഹാർ വഅഹ്ലികുഹും യാ ജബ്ബാർ.
اللهم انصر جيوش المسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.